ഹലോ ഫ്രണ്ട്സ്, വനിതയുടെ എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ. എൻ്റെ പേര് ദീപ്തി. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനകത്ത് നമ്മൾ ഒരുപാട് ചേരുവകളൊന്നും ചേർക്കുന്നില്ല. വെറും 3 ചേരുവ മാത്രം മതി. എന്നാൽ നമ്മൾക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു പായസം പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയവും ആവശ്യം വരത്തില്ല. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 1/2 കപ്പ് നുറുക്കുഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏതു തരം നുറുക്കുഗോതമ്പായാലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ ടൈപ്പാണ്. നന്നായി കഴുകിയതിന് ശേഷം 5 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് നമ്മൾ 3 ചേരുവ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് പഞ്ചസാരയൊന്നും കാരമലൈസ് ചെയ്യണം. അപ്പോൾ ഇത് കാരമലൈസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾക്ക് ഈ നുറുക്കുഗോതമ്പ് ആദ്യമേ വെള്ളത്തിലിട്ട് വെക്കാം. കാരമലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് കുറച്ച് സമയമായിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ പായസം തയ്യാറാക്കാനായിട്ടുള്ള കുക്കർ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അതിനകത്തോട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിലൊന്ന് വെക്കുക. ഒരുപാട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇളക്കി കഴിഞ്ഞാൽ ഇത് സ്പൂണിലെല്ലാം ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെരിച്ചു കൊടുത്താൽ മതി. ഇതിപ്പം സൈഡിൽ നിന്നൊക്കെ ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഉരുകി വരാൻ തുടങ്ങുന്ന സമയമാകുമ്പം നമ്മൾക്ക് തീയൊന്നും കുറച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. അതുകൊണ്ട് കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് ഉരുകി വരുമ്പോൾ മാത്രം നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്താൽ മതി. അതിന് മുന്നേ ആയിട്ട് നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല. ഇപ്പം പഞ്ചസാരയെല്ലാം ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് പാകമായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്കിനി പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1/2 കപ്പ് നുറുക്കുഗോതമ്പിന് 5 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ നുറുക്കുഗോതമ്പ് എടുത്ത അതേ കപ്പിൽ തന്നെ 5 കപ്പ് പാലെടുക്കുക. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് നമ്മൾക്ക് കിട്ടുക. പാലൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് പഞ്ചസാര പെട്ടെന്ന് അങ്ങ് കട്ടിയാവും. അതുകൊണ്ട് സ്പൂണൊന്ന് ചെറുതായിട്ട് പൊക്കി കൊടുത്താൽ മതി. അപ്പം ഇത് കയ്യിലോട്ടൊന്നും തെറിക്കത്തില്ല. ഇത് പെട്ടെന്ന് അലിയും ചെയ്യും. ഇപ്പം ഇത് സ്പൂണിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ അലിഞ്ഞു കിട്ടും. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് നുറുക്കുഗോതമ്പ് മാത്രമേ ഇട്ട് കൊടുക്കാനുള്ളൂ. അതായത് നേരത്തെ കുതിർക്കാൻ വെച്ച നുറുക്കുഗോതമ്പുണ്ട് 1/2 കപ്പ്. അത് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം പഞ്ചസാരയെല്ലാം നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് നുറുക്കുഗോതമ്പും ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ഒന്നും ഇട്ട് കൊടുക്കാനില്ല. ഈ സമയത്ത് തീ നല്ലപോലെ കൂട്ടി വയ്ക്കാം. 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും ഇത് നല്ലപോലെ ചൂടായി കിട്ടും. ആ സമയത്ത് തന്നെ നമ്മൾക്ക് കുക്കർ അടച്ചു വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതി. അതോടെ നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇപ്പം ഇതിവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ കുക്കർ അടച്ചു വയ്ക്കാൻ പോവാണ്. അടച്ചു വെച്ചതിന് ശേഷം 2 വിസിൽ വരുന്നവരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. പാലായതുകൊണ്ട് ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ഇത് അടുക്കി പിടിക്കുമോ എന്നൊക്കെ. 1/2 കപ്പിന് നമ്മൾ 5 കപ്പ് പാലൊഴിച്ച് കഴിഞ്ഞാൽ അടുക്കി പിടിക്കത്തില്ല. കറക്റ്റ് പാകമായിട്ട് നമ്മൾക്ക് കിട്ടും. ഒരുപാട് ലൂസാവത്തില്ല, എന്നാൽ ഒരുപാട് തിക്കായിട്ടും ഇരിക്കത്തില്ല. ഇപ്പം ഇതിവിടെ 2 വിസിൽ വന്നു കഴിഞ്ഞു. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം നമ്മൾക്ക് കുക്കർ തുറന്നു നോക്കാം. അന്നേരം പായസം എല്ലാം കറക്റ്റ് റെഡി ആയിട്ടുണ്ടായിരിക്കും. കുക്കർ തുറക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. ഇപ്പം നമ്മളുടെ പായസം കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് പാകമായിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കട്ടിയല്ല. ഇത് ഒഴിക്കുന്നത് കാണുമ്പോൾ അറിയാം. എന്നാൽ ഒരുപാട് ലൂസുമല്ല. 1/2 കപ്പ് നുറുക്കുഗോതമ്പിന് 5 കപ്പ് പാലെടുത്താൽ ഇതേ പാകത്തിലായിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സും ഉണക്കമുന്തിരിയും കൂടെ നെയ്യിനകത്ത് ഫ്രൈ ചെയ്തിടാം. ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു പായസമാണ്. അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം കൂടിയാണ്. എല്ലാവരും ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വനിതയുടെ ഓണാശംസകൾ.